ഹായ് ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോ മുന്നേ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപയോഗിച്ച് ആ വീഡിയോ കാണേണ്ടതാണ്. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ബോയ് താൻ സ്വയം നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന്, ബനിയൻ ട്രീയിൽ നിർമ്മിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിലിരുന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, താഴേക്ക് നോക്കി അവിടുത്തെ സീനറീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഒരു മംഗൂസും അതുപോലെ ഒരു കോബ്രയും. അവർ രണ്ടുപേരും ഒരു ഫൈറ്റിന് തയ്യാറായിട്ട് നിൽക്കുന്നതാണ് ഈ കുട്ടി മരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. തുടർന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ജേതാക്കളുടെ യുദ്ധക്കളമായിരുന്നു ഇത്. ഹിസ്സിങ് ഡിഫിയൻസ്. അങ്ങനെ രണ്ട് ജേതാക്കളും, രണ്ട് ശക്തരായിട്ടുള്ള പോരാളികളും ഈ യുദ്ധക്കളത്തിൽ പോരാട്ടത്തിന് ഇറങ്ങിയാണ്. ഹിസ്സിങ് എന്ന് പറഞ്ഞാൽ ചീറ്റുക. ഹിസ്സിങ് ഡിഫിയൻസ്. ഡിഫിയൻസ് മീൻ ഓപ്പൺ റെസിസ്റ്റൻസ്. ഹിസ് ഫോക്ക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. ചീറ്റിക്കൊണ്ട് തൻ്റെ ഫോക്ക്ഡ് ടങ്, ഫോക്ക്ഡ് എന്ന് പറഞ്ഞാൽ തൻ്റെ ശൂലം പോലെ നിൽക്കുന്ന ശക്തമായിട്ടുള്ള തൻ്റെ ആ ടങ്, നാവ്, ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. അതല്ലെങ്കിൽ ഫോക്ക്ഡ് എന്നുള്ളതിന് ശൂലം, അതല്ലെങ്കിൽ രണ്ടായി പിരിഞ്ഞ എന്ന വേർഡ് മീനിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ രണ്ട് അറ്റം, ഈ പാമ്പിൻ്റെ നാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റത്തിനെ ഒരു പിളർപ്പ് പോലെയാണല്ലോ. അങ്ങനെയുള്ള ആ പിളർന്ന ആ നാവ് അതെന്ത് ചെയ്തു, അതിങ്ങനെ ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ ഇട്ടു. ദ കോബ്ര റൈസ്ഡ് 3 of the 6 feet. അങ്ങനെ നാവിങ്ങനെ പുറത്തേക്കും അകത്തേക്കും ഇങ്ങനെ ഇട്ടുകൊണ്ട് ആ കോബ്ര റൈസ്ഡ്, അതിങ്ങനെ ഉയർന്ന് നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്ന 3 of his 6 feet. തൻ്റെ 6 അടി ഹൈറ്റിൽ, 6 അടി പൊക്കത്തിലുള്ള ആ പാമ്പ് 3 അടിയോളം ഹൈറ്റിലാണ് അത് നിൽക്കുന്നത്. പകുതിയോളം ഉയരത്തിലേക്ക് അത് പൊന്തി നിൽക്കുകയാണ്. ആൻഡ് സ്പ്രെഡ് ഈസ് ബ്രോഡ് സ്പെക്ടിക്കിൾസ് ഹുഡ്. അങ്ങനെ പൊന്തി നിന്നുകൊണ്ട് പത്തി വിടർത്തുക ഹിസ് ബ്രോഡ് സ്പെക്ടിക്കിൾസ് ഹുഡ്. തൻ്റെ സ്പെക്ടിക്കിൾഡാണ്, കണ്ണുകളിങ്ങനെ തിളങ്ങുന്ന കണ്ണ്. നമ്മുടെ പാമ്പിൻ്റെ പുറകിൽ കണ്ടിട്ടുണ്ടല്ലോ, കണ്ണിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന ഒരു പത്തിയുടെ ബാക്കിലുള്ള ആ ഒരു ഭാഗത്തിന് സ്പെക്ടിക്കിൾഡ് ഹുഡ് എന്ന് പറയുന്നത്. അങ്ങനെ പത്തി വിടർത്തി ചീറ്റിക്കൊണ്ട് ഈ പാമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടൈൽ. ആ സമയത്ത് നമ്മുടെ എതിർ പോരാളിയായിട്ടുള്ള മംഗൂസ് ബുഷ്ഡ് ഹിസ് ടൈൽ, തൻ്റെ വാലുകളെ പൊക്കി വെച്ചു. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. തൻ്റെ മേലുള്ള ലോങ് ഹെയർ, നല്ല നീളത്തിലുള്ള മംഗൂസിൻ്റെ മേലുള്ള ആ രോമങ്ങൾ, കൂർത്ത സ്പൈൻ സ്റ്റുഡ് അപ്പ്, തൻ്റെ പുറകിലൊക്കെ നിൽക്കുന്ന, സ്പൈനിലൊക്കെ, ബോഡിയിൽ നട്ടലിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുന്ന, മുതുകത്തൊക്കെ നിൽക്കുന്ന ആ രോമങ്ങൾ കംപ്ലീറ്റ് അതിങ്ങനെ നിവർത്തി നിൽക്കുകയാണ്. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫെറ്റൽ ടു അതേഴ്സ്. അപ്പോൾ ഇങ്ങനെ അത് നിൽക്കുന്നത് എന്തിനാണെന്നുള്ളത് നമ്മുടെ കുട്ടിക്ക് അറിയാം, ആ ബോയ്ക്ക് അറിയാം. ബോയ് പറയാണ്, അവിടെ എന്താണ് ഇത് ശക്തമായിട്ട് തൻ്റെ രോമങ്ങൾ നിവർത്തിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നത് തന്നെ മറ്റുള്ള ജീവികൾ കടിക്കാൻ വരുമ്പോൾ അതിൽ നിന്നും പ്രതികരിക്കുന്നതിന് വേണ്ടി, അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ രോമങ്ങൾ നിവർത്തി നിൽക്കുന്നത്. So the combatants were unaware of my presence in the banyan tree. എന്നിരുന്നാലും രണ്ടാളും ഇവിടെ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കുട്ടി ആ മരത്തിൻ്റെ മേലെ ഇരുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് പോരാളികൾക്കും അറിയില്ല ഈ കുട്ടി മരത്തിൻ്റെ മേലിരുന്ന് കാഴ്ച കാണേണ്ടതെന്നുള്ള ഒരു ബോധം അവർക്കില്ല. They soon became aware of the arrival of 2 other spectators. പെട്ടെന്നാണ് അവരുടെ ഇടയിലേക്ക് 2 കാഴ്ചക്കാരെത്തിയത്. ആരായിരുന്നു 2 സ്പെക്ടാറ്റേഴ്സ്? സ്പെക്ടാറ്റേഴ്സ് മീൻ കാണികൾ, 2 പേര്. വൺ വാസ് എ മൈന, അനദർ വാസ് എ ജിംഗിൾ ക്രോ. ഒരെണ്ണം മൈനയും മറ്റൊന്ന് ഒരു ജിംഗിൾ ക്രോ. ജിംഗിൾ ക്രോ മീൻ നോട്ട് ദ വൈഡ്ലി അർബൻ ക്രോ. നമ്മുടെ അർബൻ ക്രോ സാധാരണ കാക്കയെ പോലുള്ളൊരു കാക്കയല്ല, അത് കുറച്ചുകൂടെ വലുതായിട്ടുള്ള കാക്കയ്ക്കാണ് ജംഗിൾ ക്രോ എന്ന് പറയുന്നത്. ദേ ഹാഡ് സീൻ ദിസ് പ്രിപ്പറേഷൻ ഫോർ ബാക്ക്. ഈ 2 കാഴ്ചക്കാരും ഇവരുടെ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ കണ്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ്. അങ്ങനെ ഇത് കണ്ട് അവർ എവിടെ സെറ്റിലായി? കാക്ടസ്, ടു വാച്ച് ദ ഔട്ട്കം. അവരിങ്ങനെ കാക്ടസ് പ്ലാന്റ്, അവിടെ ഇരിക്കുന്ന ഒരു കാക്ടസ് പ്ലാന്റിൻ്റെ കള്ളിമുൾ ചെടിയിൽ വന്നിട്ട് ഇരിക്കുകയാണ് ഇവരുടെ യുദ്ധമൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട്. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം.
ഇവർക്ക് രണ്ടാൾക്കും അറിയാം ഇവർ രണ്ടുപേരും നമ്മുടെ കോബ്രയും അതുപോലെ മംഗൂസും നല്ല വെല്ലാണ്, രണ്ടാളും നല്ല ഒരുപോലെ ശക്തരാണ് എന്നുള്ളത് നമ്മുടെ രണ്ട് കാഴ്ചക്കാർക്കും അറിയാം. എങ്കിലും ഇവരുടെ ഈ ഒരു പോരാട്ടം കണ്ട് കണ്ടന്റ് അവർ സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. നമ്മുടെ കോബ്ര നിവർന്ന് നിന്നുകൊണ്ട് തൻ്റെ ഡിഫെൻസിൽ നിന്ന് ആത്മാർത്ഥതയോടെ തൻ്റെ ശക്തിയിലുള്ള ഒരു കോൺഫിഡൻസോടെ ആ പാമ്പ് ഇങ്ങനെ തല പൊക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സ്വിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, തല പൊക്കിക്കൊണ്ട് പത്തി വിടർത്തിക്കൊണ്ട് അത് ഇരുവശങ്ങളിലേക്ക് ഇങ്ങനെ സ്വിങ് എന്ന് പറഞ്ഞാൽ ആടി ഉലയ, രണ്ട് സൈഡേക്കും അതിങ്ങനെ മെല്ലെ ആടിക്കൊണ്ടിരുന്നു. ട്രെയിൻ ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫോൾസ് മൂവ്. എന്തിനാണ് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മംഗൂസിനെ മെസ്മറൈസ് ചെയ്യുക, ഒരു മാസ്മരിക വിദ്യ കാണിക്കുകയാണ്. മംഗൂസിനെ തെറ്റായിട്ട് ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാമ്പ്. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻറ്റ് ഗ്ലാസി അൺവിങ്കിങ് ഐസ് ആൻഡ് റിഫ്യൂസ്ഡ് ടു മീറ്റ് ദം. എന്നാൽ നമ്മുടെ മംഗൂസിന് അറിയാമായിരുന്നു തൻ്റെ എതിരാളിക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്നും അതുപോലെ തൻ്റെ എതിരാളിയുടെ കണ്ണിൻ്റെ പവറിനെ കുറിച്ച്, അൺവിങ്കിങ് ഐസ്, ഇമച്ചിമ്മാതെ നോക്കുന്ന ആ കണ്ണിൻ്റെ പവറിനെ കുറിച്ചിട്ടും ആർക്കറിയാം? മംഗൂസിനറിയാം. ആൻഡ് റിഫ്യൂസ്ഡ് ടു മീറ്റ് ദം. അതുകൊണ്ട് തന്നെ അതിങ്ങനെ റിഫ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു, തന്നെ ഏറ്റുമുട്ടാൻ അവർ റിഫ്യൂസ് ചെയ്തു, നിരസിച്ചു. ഇൻസ്റ്റെഡ് ദ ഫിക്സഡ് ഹിസ് ഗേസ് അറ്റ് ദ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺഡ് ദ അറ്റാക്ക്. ഈ പാമ്പ് മംഗൂസിനെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻസ്റ്റെഡ് പകരം ഈ ഫിക്സ്ഡ് ഇസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്. ഈ നമ്മുടെ ബുദ്ധിശാലിയായ മംഗൂസ് എവിടേക്ക് മാത്രമാണ് നോട്ടുറപ്പിച്ചത്? ബിലോ ദ കോബ്രാസ് ഹുഡ്, കോബ്രയുടെ പത്തിക്ക് താഴേക്ക് മാത്രമാണ് നോട്ടുറപ്പിച്ചത്. ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. അങ്ങനെ ആ ഒരു യുദ്ധം അവിടെ സ്റ്റാർട്ട് ചെയ്തു. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്തു? മൂവിങ് ഫോർവേഡ് ക്വിക്ലി, പെട്ടെന്ന് അത് മുന്നോട്ട് കുതിച്ചു. അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, കോബ്ര എത്തിപ്പെടുന്നപ്പോഴേക്കിനും മുന്നേയായിട്ട് പെട്ടെന്ന് അത് മുന്നോട്ട് കുതിച്ചു. ഈ മെയ്ഡ് എ ഫൈൻ ടു വൺ സൈഡ്, അത് ഒരു വശത്തേക്ക് തെറ്റായിട്ട് അങ്ങ് ചാടി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്, പെട്ടെന്ന് കോബ്ര അതിനെ കൊത്തി. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് സ്ട്രക്ക് മീൻ കൊത്തുക. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. ആ പാമ്പ് ഈ കോബ്രയെ കൊത്താനങ്ങ് തിരിഞ്ഞതും ഒരൊറ്റ കൊത്തങ്ങ് കൊത്തി. ആ കൊത്തിയ ആ നിമിഷം കൊണ്ട് തന്നെ നമ്മുടെ മംഗൂസ് അവിടെ നിന്ന് ഒരൊറ്റ തിരിച്ചില്ല, മറ്റൊരു സൈഡിലേക്ക് അങ്ങ് മംഗൂസ് മാറി. പാവം, ആ പാമ്പിൻ്റെ കൊത്ത് ആർക്ക് കിട്ടിയില്ല? മംഗൂസിന് കിട്ടിയില്ല, ഭാഗ്യം. അങ്ങനെ പക്ഷേ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇല്ല മംഗൂസിൻ്റെ പണി കഴിഞ്ഞു, കൊത്തിലെ പണി തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്കിനും ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, നമ്മുടെ ബുദ്ധിശാലിയായ മംഗൂസ് മറ്റൊരു വശത്തേക്ക് മാറിയിരുന്നു. അൺഡാർട്ടഡ് ഇൻ എ സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര biting the snake on the back and darting away again out of reach. ആൻഡ് ഡാർട്ടഡ് ഇൻ എ സ്വിഫ്റ്റ്ലി, അത് ഡാർട്ടഡ് മീൻ എന്ന് പറഞ്ഞാൽ ഡാർട്ടഡ് അതിൻ്റെ അമ്പ്, അസ്ത്രം എന്നൊക്കെ പറയാം. അതിൻ്റെ കയ്യിലുള്ള ആ കീരിക്കുള്ള അതിൻ്റെ പവർ എന്താണോ അതെന്ത് ചെയ്തു? അത് മെല്ലെ അത് കോബ്രയ്ക്ക് നേരെ എടുത്തു. ബൈറ്റിംഗ് ദ സ്നേക്ക്, ആ പാമ്പിനെ പോയി കടിച്ചു. ഓൺ ദ ബാക്ക്, ആ പാമ്പിൻ്റെ പുറകിൽ കടിച്ചു. ആൻഡ് ഡാർട്ടിങ് എവേ എഗെയിൻ ഔട്ട് ഓഫ് റീച്ച്, വീണ്ടും അതിൻ്റെ പവറോടുകൂടെ അത് വീണ്ടും അതിൻ്റെ സ്ഥാനത്ത് തന്നെ വന്നു നിന്നു. The moment the cobra struck, the crow and the myna hurled themselves at him, only to coil heavily in midair. ഈ സമയത്ത് ഈ കോബ്രയ്ക്ക് കൊത്തു കിട്ടിയ ആ നിമിഷം ക്രോ ആൻഡ് മൈന ഹേൾഡ് ദംസെൽസ് അറ്റ് ഹിം. നമ്മുടെ മൈനയും ക്രോയും, രണ്ട് കാഴ്ചക്കാരും തമ്മിൽ മുകളിലേക്ക് പറന്നുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു. ഹേൾഡ് ദംസെൽസ്, പരസ്പരം അവർ സ്ട്രീക്ക് ചെയ്യുക, കൊത്തിക്കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക. ഓൺലി ടു കോളിഡ് ഹെവിലി ഇൻ മിഡ് എയർ, എവിടെയാണ്? മുകളിലേക്ക് പറന്നുകൊണ്ട് മിഡ് എയറിൽ നിന്നിട്ടാണ് അവർ തമ്മിൽ കൊത്തുകൂടുന്നത്. കൊത്തിയിട്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് താഴേക്ക് വരിക. സ്ട്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ, പരസ്പരം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. ദേ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്, തിരിച്ചവർ ആ കാക്ടസ് പ്ലാന്റിൽ തന്നെ വന്നിരുന്നു. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസ്റ്റൺ ഓൺ ദ കോബ്രാസ് ബാക്ക്. ആ സമയത്ത് ആ മംഗൂസിൻ്റെ കൊത്തുകൊണ്ട് നമ്മുടെ കോബ്രയുടെ പുറത്ത് ബ്ലഡ് ഇങ്ങനെ ഗ്ലിസൻഡ്, അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. ദ കോബ്ര സ്ട്രക്ക് എഗെയിൻസ് ആൻഡ് മിസ്ഡ്, വീണ്ടും കോബ്ര കീരിയെ കൊത്താൻ നോക്കി, പക്ഷെ അത് മിസ്സായിപ്പോയി. എഗെയിൻ ദ മംഗൂസ് സ്പ്രാങ്
വീണ്ടും മംഗൂസ് ഒരു വശത്തേക്ക് അത് കുതിച്ചു. സ്പ്രാങ് അസൈഡ്, ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്. വീണ്ടും അത് കുതിച്ച് ചാടിക്കൊണ്ട് കടിച്ചു. എഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, ബംപ്ഡ് ഇൻ ടു ദ ഈച്ച് അതർ ഇൻസ്റ്റഡ് ആൻഡ് റിട്ടേൺ സ്ട്രീക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്. അങ്ങനെ രണ്ടാമത് വീണ്ടും ആ കുത്താർക്ക് കിട്ടി. പാമ്പിന് കിട്ടിയ സമയം കൊണ്ട് നമ്മുടെ രണ്ട് കാഴ്ചക്കാരും മുകളിലേക്ക് പറന്നിട്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സേഫായിട്ട് വീണ്ടും ആ കാക്ടസ് പ്ലാന്റിൽ വന്നിരുന്നു. ദ തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ് ആസ് ദ ഫസ്റ്റ്. അങ്ങനെ മൂന്നാമത്തെ തവണയും ഇതേപോലെ തന്നെ സംഭവിക്കാം. പക്ഷേ ഫസ്റ്റിൽ നിന്നുള്ള ചെറിയൊരു മാറ്റം അവിടെ സംഭവിക്കാം. ബട്ട് വിത്ത് വൺ ഡ്രാമറ്റിക് ഡിഫറൻസ്. ഇതിലൊരു ചെറിയൊരു നാടകീയമായ ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമൈൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്. നമ്മുടെ ക്രോയും മൈനയും രണ്ടാളും തീരുമാനിച്ചിരിക്കുകയാണ്, ഡിറ്റർമൈൻ, രണ്ടാൾക്കും ഒരു ദൃഢനിശ്ചയമുണ്ട് ഈ മുന്നേ 2 തവണ ചെയ്ത പോലെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. Dived at the cobra, but this time they missed each others as well as their mark. പാമ്പിന് നേരെ ഈ കീരി കൊത്തുന്ന ആ സമയത്ത് മുകളിലേക്ക് പാറിക്കൊണ്ട് ഇവർക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ മുകളിലേക്ക് പറന്നതും ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതേഴ്സ് ആസ് വെൽ ആസ് ദെയർ മാർക്ക്. ഈ സമയത്ത് അവർക്ക് അവരുടെ മാർക്ക് തെറ്റി അവർ മിസ്സായിപ്പോയി. ദ മൈന ഫ്ലൂ ഓൺ ദ റീച്ച് ഇറ്റ്സ് പെർച്ച്. മൈന തിരിച്ച് അതിൻ്റെ കൊമ്പിലേക്ക്, പെർച്ച് മീൻ അതിൻ്റെ കൊമ്പ്, ശാഖ, മരത്തിലേക്ക് വന്ന് ഇരുന്നു. ബട്ട് ദി ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ എ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. പക്ഷേ ക്രോ അവിടെ പിടിച്ചു നിൽക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും പക്ഷെ അത് തിരികേക്ക് പോന്നു. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്. അങ്ങനെ രണ്ടാമത്തെ തവണ അത് ചെയ്തപ്പോൾ ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്റ്റക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. ആ സമയത്ത് നമ്മുടെ ക്രോ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് മരത്തിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വരുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ പാമ്പ് വിപ്പ് ചെയ്ത് അത് അടിക്കുകയാണ്, മംഗൂസിനെ അടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ അടി ഹെഡ് ബാക്ക് ആൻഡ് സ്റ്റക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, ശക്തമായിട്ടത് തലകൊണ്ട് അടിക്കുന്ന ആ ഒരു ശ്രമം ഹിസ് നൗട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി. അത് ആ പാമ്പിൻ്റെ ആ ശക്തമായ അടി കൊണ്ടത് പാവം നമ്മുടെ ക്രോക്കിട്ടായിരുന്നു. ഐ സോ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ. ആ ഒരു പക്ഷി, ആ ഒരു കാക്ക അത് താഴേക്ക് പറന്ന് വന്ന് ആ ഒരു പൂന്തോട്ടത്തിൽ അത് ഒരു 20 അടി താഴെയായിട്ട് കിടക്കുന്നത് ഞാൻ കാണാം. മരത്തിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ ഒരു 20 അടി താഴ്ചയിൽ ആ ബേർഡ് അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു. വേർ ആഫ്റ്റർ ഫ്ലറ്ററിങ് അബൌട്ട് ഫോർ എ വൈൽ. കുറച്ച് സമയം അത് അവിടെ ഫ്ലറ്ററിങ് അവിടെ കിടന്ന് ഇങ്ങനെ പെടഞ്ഞു. ഇറ്റ് ലേ സ്റ്റിൽ. പിന്നെ അത് നിശ്ചലമായി കിടന്നു, അത് ചത്തുപോയി. ദ മൈന റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്. ഇപ്പം നമ്മുടെ മൈന മാത്രമാണ് ആ കാക്ടസ് പ്ലാന്റിലുള്ളത്. വെരി വൈസ്ലി റിഫ്രൈൻഡ് ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ. വീണ്ടും വളരെ ബുദ്ധിപൂർവ്വം റിഫ്രൈൻ, അത് തൻ്റെ ആ ഒരു അനുപല്ലവി, അത് തൻ്റെ ആ ഒരു സന്തോഷ പ്രകടനം വീണ്ടും കാഴ്ചവെക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ യുദ്ധം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശക്തരായ 2 പോരാളികളും ആ യുദ്ധക്കളത്തിൽ തൻ്റെ പവർ അവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു യുദ്ധത്തിൽ ആര് ജയിക്കും, ഇനി നെക്സ്റ്റ് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇത് 2 പാർട്ടായിട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പാർട്ട് ഒരെണ്ണം കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 പാർട്ടിലായിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ വീഡിയോ ഉണ്ടാവുക. തീർച്ചയായിട്ടും 3 പാർട്ടും കംപ്ലീറ്റ് കാണുക. നല്ല ലെങ്തിയാണ് വീഡിയോ, അതുകൊണ്ടാണ് ഇത് ഈ ഒരു പാർട്ടിൽ എൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മറ്റൊരു പാർട്ടും കൂടെ ഉണ്ടാകും, 3rd പാർട്ട് കൂടെ വരും. അപ്പോൾ 3rd പാർട്ടും കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകളോ അതല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.